ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വീട്ടിൽ ഔട്ടാവും. അപ്പോൾ അച്ഛനടുത്ത് എല്ലാ ദിവസവും സംസാരിക്കും. അപ്പോൾ ഔട്ടായ ഉടനെ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. പക്ഷെ ആ ദേഷ്യത്തിന്റെ ബാക്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ബ്രോ പറഞ്ഞ പോലെ നാട്ടുകാരെ ഞാൻ എല്ലാ മാച്ചും 100 അടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലുള്ള മലയാളികളും എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ആലോചിച്ച് എല്ലാവരും വൈകിട്ട് 8 മണിയാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് സഞ്ജു ഇന്ന് കളിക്കുന്നുണ്ട്, അന്ന് ഡിന്നറൊക്കെ ഫാമിലിയൊക്കെ എല്ലാവരും കൂട്ടുകാരെ കൂട്ടിയിരിക്കുമ്പോൾ സഞ്ജു ഫസ്റ്റ് ബോൾ ഔട്ട് ആവുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ തങ്കപ്പറ്റക്കാരൻ ഇവനെ കൊണ്ട് വയ്യല്ലോ, ഉറപ്പായിട്ടും അങ്ങനെയല്ലേ വരത്തില്ല. അപ്പോൾ ഒരു നാച്ചുറൽ ഫ്രസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിനെ ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അവിടെ തന്നെ അങ്ങ് ഓക്കെ, അവർക്ക് എന്തോണോ റിയാക്ട് ചെയ്യാം. അതിന്റെ ബാക്കിൽ പലതും കാണും. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അത് അവിടെ തന്നെ ഒരു ദൂരെ തന്നെ വന്ന് എൻജോയ് ചെയ്ത് ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് ആ രീതിയിൽ അങ്ങ് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കാനും ആൾക്കാർ കൂടെ വേണം. ഈ ഒരു കരിയറും ലൈഫും എന്തൊക്കെ ആയാലും കൂടെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഉണ്ടാവുമ്പോൾ ഞാനിത് എന്റെ മനസ്സിൽ വെക്കാതെ എന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യും. നല്ല മെന്റേഴ്സ്, കോച്ചസ് ഉണ്ട്, വൈഫിനടുത്ത്, ചാരുവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ സംസാരിച്ച് ഒരു കൺക്ലൂഷനിലെത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിന്റെ ബാക്കി കാണില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇതിനൊക്കെ ഞാൻ ഫേസ് ചെയ്യണത്. എന്ത് വന്നാലും നമുക്ക് അത് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അതാണല്ലോ ആദ്യം വേണ്ടത്. ഉറപ്പായിട്ടും ചിലപ്പോൾ സോർട്ട് ചെയ്യണം, ചിലപ്പോൾ സോർട്ട് ചെയ്യാതെ വിടുകയും വേണം. ചെറിയ ദേഷ്യവും ചെറിയ ആങ്കറൊക്കെ വേണം ലൈഫിൽ. ചില സമയത്ത് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, ചില സമയത്ത് മാത്രം. ഏറ്റവും വലിയ ക്രിട്ടിക്കാരാ ലൈഫിൽ? നേരത്തെ പറഞ്ഞ അച്ഛനാണോ, ഇപ്പം ചാരു ആണോ? ചാരു അത്ര വലിയ ക്രിട്ടിക് അല്ല, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ചാരുവാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറെ കോച്ചസ് ഉണ്ട്, കുറെ മെന്റേഴ്സ് ഉണ്ട്, പിന്നെ കുറെ കൂട്ടുകാരുണ്ട്, പിന്നെ ഫാമിലി ഉണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ ലൈഫിൽ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം എന്റെ വൈഫാണ്. ഫ്രണ്ടിലൊന്നും വരാതെ ഒന്ന് ബാക്കി ഇരുന്ന്, പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട്. അല്ല, പുള്ളിക്കാരി പഠിച്ച് എവിടെ എന്തോ വലിയ സംഭവമൊക്കെയാണ്, ഡിഗ്രി ഒക്കെ എടുത്ത് BA കെമിസ്ട്രിയോ എന്തൊക്കെയോ ആണ്, MAയോ എന്താണ്, MA ഫസ്റ്റ് ക്ലാസ്, തേർഡ് ക്ലാസ്, എന്തോ വലിയ സംഭവമൊക്കെ പഠിച്ച് വലിയ പാസ്സായ ആളാണ്. അപ്പോ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത്, അല്ല അങ്ങനെയല്ല, സാധാരണ നാട്ടിലുണ്ടായിരിക്കുമ്പോ എന്താണ് നമ്മുടെ പഠിത്തം കഴിഞ്ഞ അടുത്ത ജോലി എന്തായി, അല്ലെങ്കിൽ ചാരു ഇനി എന്ത് ചെയ്യണ്, അല്ലെങ്കിൽ ചാരുണിന് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവർക്കും തിരക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വലിയ വലിയ ജോലിയൊക്കെ ചെയ്ത് അമേരിക്കയിലും അവിടെ ഇവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ചാരു ഇപ്പോഴും പഠിത്തം കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിത്തം കഴിഞ്ഞ് എന്റെ കൂടെയാണ് വീട്ടിൽ. അപ്പോൾ അതിന്റെ ബാക്കിലുള്ള തീരുമാനം എന്തെന്ന് വെച്ചാൽ എന്റെ കരിയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ആ ഒരു സാക്രിഫൈസിന്റെ ആ ഒരു ലെവല് എത്രയാന്ന് നമുക്ക് നാട്ടുകാർ പലതും പറയും. അതെ, ചാരു ഇത്രയും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ജോലിക്കൊന്നും പോകുന്നില്ലല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ ഒരു മാരീഡ് കപ്പിൾ ആകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാരു എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ എപ്പോഴും വരും,